സോ യെസ്, എല്ലാവരും എന്ത് ചെയ്യാ, വീഡിയോയിൽ അപ്പിയർ ചെയ്യുക. ഓൾസോ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ അറിയിക്കുക. പാരന്റിങ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വിഷയം. അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷന് തരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് എന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തംസപ്പോ അല്ലെങ്കിൽ റെഡി എന്നോ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. നോക്കട്ടെ എത്ര പേര് ഇവിടെ ഉണ്ട്. ഓക്കെ, ഷഹനാസ്, തസ്നീം, സാബിറ മാം. ഓക്കെ, ബാക്കി ആരും എവിടെ ഇല്ലേ? 3 പേരേ ഉള്ളൂ. ജോയിൻ ചെയ്തതിൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ റെസ്പോൺസ് നിങ്ങൾ എന്ത് ചെയ്യാ, അറിയിക്കുക കേട്ടോ. നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾ അറിയിക്കാം. നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. കാരണം നമ്മളിപ്പോ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുന്നത് എന്തിനാ, വെറുതെ ഇങ്ങനെ കേട്ട് ഇരുന്ന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അല്ലെ. അതിൽ ഒന്ന് ചിന്തിച്ചിട്ട്, ഞാൻ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞ പോലെ കുറച്ച് കണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്, അതിലൊരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. അതിനാണോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന, അല്ലെ വെറുതെ ഒരു ലിങ്ക് കണ്ടപ്പോ കയറിയതാണോ? ഞാൻ റിസൾട്ട് ഓക്കെ. മ്യൂട്ട് ചെയ്യാത്തവര് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ആറാണ്. ആ ആ ഓക്കെ, അപ്പൊ എല്ലാരും റെഡി ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓവർ ടു യു ഫാരിഷ മാം. Hello, Assalamualaikum. Good evening. And audible അല്ലേ Rinshi? Really sorry first of all, നമ്മളെ ലിങ്കിൻ ഒന്ന് എക്സ്പയർഡ് ആയി, ചെറിയൊരു ഇൻകൺവീനിയൻസ് നേരിട്ടതിൽ really sorry from bottom of my heart. And Friday Talks actually നമ്മള് ഏകദേശം ഒരു 2 years ആയി. അൽഹംദുലില്ലാ, റിയലി ഗ്രേറ്റ്ഫുൾ ഫ്രൈഡേ ടോക്സ് നടത്തി പോകുന്നുള്ളത്. അപ്പോ ആക്ച്വലി നിങ്ങളെല്ലാം പാരന്റിങ് കേട്ടിട്ടാണോ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള? പാരന്റിങ് ആണോ നിങ്ങളെ നീഡ്? ഒന്ന് ചാറ്റ് ബോക്സിലെങ്കിൽ റെസ്പോണ്ട് ചെയ്യൂ. വാട്ട് ഈസ് യുവർ നീഡ്, ഫോർ വാട്ട് യു ആർ സിറ്റിംഗ് ഓവർ ഹിയർ? എന്തിനാണ് നിങ്ങൾ ഈ സമയവും എല്ലാം മെനക്കെടുത്ത് ഇവിടെ ഇരിക്കുന്നത്? എന്തിനാണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സിറ്റിംഗ് ഓവർ ഹിയർ? എന്താണ് പർപ്പസ്? ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് റെസ്പോണ്ട് ചെയ്യൂ. പാരന്റിങ് ആണോ? ആണോ? ആണല്ലേ? ആരും ഇല്ലേ? അല്ല, എല്ലാരും വെറുതെ ലിങ്കിലൊന്ന് എന്താണ് ഒന്ന് തോണ്ടിയിട്ടാണോ, ഓണാക്കിയിട്ട് പോയതാണോ? ഓഫ് കോഴ്സ്, വെരി ഗുഡ് മുഫീദ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി ആരെങ്കിലും, ആരും ഇല്ലേ ഇടാ? ആക്ച്വലി പാരന്റിങ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വാട്ട് യു തിങ്ക്? പാരന്റിങ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ എക്സോസ്റ്റഡ് ആണല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, ആക്ച്വലി പാരന്റിങ് പഠിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ആക്ച്വലി നമ്മളോ മാറേണ്ടതല്ല, കുട്ടികളാണോ മാറേണ്ടത്? വാട്ട് ഈസ് യുവർ പെർസ്പെക്റ്റീവ്? നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണ്? നമ്മളാണോ മാറേണ്ടത്, കുട്ടികളാണോ? ഓക്കെ, നമ്മളാണ്. കുറച്ചെങ്കിലും ഒരു ബോധമുള്ള ആളുകളാണല്ലോ. അപ്പോ റിയലി ഗ്രേറ്റ്. അപ്പോ ആക്ച്വലി ഒരു കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി സീക്രട്ട് ഹോളി അൺകണ്ടീഷണൽ ലവ് ഈസ് റിസീവ് ടു എ കിഡ് വെൻ എ ചൈൽഡ് ഈസ് ബോൺ. അതായത് ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ സീക്രട്ട് ഹോളി അൺകണ്ടീഷണൽ ലവ് ഈസ് റിസീവ് ടു എ കിഡ് വെൻ എ ചൈൽഡ് ഈസ് ബോൺ എന്നുള്ളതാണ്. ആക്ച്വലി നമ്മള് മനസ്സിലാക്കിയാൽ മതി. നമ്മള് കുഞ്ഞു ചെറിയ വാവനെ കാണുന്ന സമയത്ത്, ഞാൻ ഇത് മുന്നത്തെ സെഷനിലും ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. ചെറിയ വാവനെ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മെൽറ്റായി പോകുന്നത് എന്താണ്? അവര് കംപ്ലീറ്റ്ലി ആ പ്യോർ ഡിവൈൻ ലൈറ്റിലാണ് ഉള്ളത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിങ്ങും നമുക്ക് കിട്ടിയ സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മളെ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇതിന് മങ്ങിപ്പ് വരികയാണ്. ആക്ച്വലി ഇവിടെയുള്ള ആളുകള് മനസ്സിലാക്കുന്ന കുറച്ചെങ്കിലും മനസ്സിനെ കുറിച്ചെല്ലാം അറിയുന്ന ആളുകളായിരിക്കും അല്ലെ? അറിയോ ആർക്കെങ്കിലും? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഈ കാര്യങ്ങളെല്ലാം അറിയോ?
നമുക്കൊരു ഇന്ററാക്ഷൻ മോഡിൽ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾക്ക് അറിയുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ക്ലിയർ ഇറ്റ് ഔട്ട്. കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെല്ലാം കുറിച്ചിട്ട് അറിയോ നിങ്ങൾക്കെല്ലാം? അറിയോ? അത് ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഓക്കെ, കോൺഷ്യസ് എന്താണ് സബ് കോൺഷ്യസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സൃഷ്ടാവ്, നമ്മളെ മനസ്സ് അല്ലെങ്കിൽ നമ്മളെ ചിന്തകൾ കുറച്ച് റൂംസ് ആയിട്ടാണ് നമ്മളെ ഒരു മനസ്സിന്റെ തലം സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ കോൺഷ്യസ് എന്ന് പറയും, സബ് കോൺഷ്യസ് എന്ന് പറയും, പിന്നെ അതിന്റെ ഒരു നെക്സ്റ്റ് വേർഷൻ ആണ്, ഐ മീൻ നെക്സ്റ്റ് ലെവലാണ് ഹയർ കോൺഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ കോൺഷ്യസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കോൺഷ്യസ് മൈൻഡിലാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ എന്നെ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴും നമ്മൾ അറിയാണ്ട് നമ്മളെ ഉള്ളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാണ്ട് ഇങ്ങനെ പല ചിന്തകൾ നമ്മളെ ഉള്ളില് കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് സബ് കോൺഷ്യസ് ആണെന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് സബ് കോൺഷ്യസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ബോഡിയാണ് കംപ്ലീറ്റ്ലി സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ ജോ ഡിസ്പെൻസ ഈസ് എ ഫേമസ് റിസർച്ചർ ആൻഡ് എ ക്വാണ്ടം സയന്റിസ്റ്റ്. ആള് പറഞ്ഞതാണ് നമ്മളെ കോൺഷ്യസ് എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ സബ് കോൺഷ്യസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി സബ് കോൺഷ്യസ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോ ഈ മനസ്സിന്റെ ഒരു പവർ അല്ലെങ്കിൽ നമ്മൾ ഈ സബ് കോൺഷ്യസിന്റെ പവർ മനസ്സിലാക്കിയതാണ് ജൂയിഷ് പീപ്പിൾസ്. നിങ്ങൾ അവരെ ഒരു ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കിയാൽ മതി. അവര് ടെക്നിക്കലി എല്ലാം ഭയങ്കര എഫിഷ്യന്റ് ആണ്. എന്താ ഉണ്ടാകുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മളെ ബോഡിക്ക് ഉള്ള പവർ നമ്മളെ കോൺഷ്യസ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിനേക്കാളും ഒരു 90% കൂടുതലാണെന്നാണ് റിസർച്ച് പറയുന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കുട്ടികളെ നമ്മൾ വളർത്തുന്ന സമയത്ത് പലപ്പോഴായിട്ട് നമ്മളിൽ നിന്നും നമ്മൾ പോലും അറിയാണ്ട് കാലങ്ങളായിട്ട് ജനറേഷൻസ് ആയിട്ട് പാറ്റേൺസ് ഇങ്ങനെ കൈമാറി കൈമാറി വരുന്നുണ്ട്. നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ അപ്പൊ സബ് കോൺഷ്യസിന്റെ കാര്യം ഇവിടെ പറയാൻ കാരണമുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നേ ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് വേണം. അതായത് കോൺഷ്യസിന്റെക്കാളും 10 മടങ്ങ് സ്ട്രെങ്ത് ഉണ്ട് സബ് കോൺഷ്യസിന്. അപ്പൊ നമ്മൾ ഒരു പാരന്റിങ്ങിലൂടെ ആ കുട്ടിന്റെ സബ് കോൺഷ്യസ് റിയാലിറ്റി എക്സ്പാൻഷൻ സംഭവിക്കാനായിരിക്കണം നമ്മളെ പാരന്റിങ് കുട്ടിക്ക് വരേണ്ടത് എന്നുള്ളതുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നേ നമുക്ക് നമ്മളെ ഉള്ളിലെല്ലാം ഒരു നാച്ചുറൽ പാരന്റ് ഉണ്ട്. അതാണ് നമ്മൾ പ്രസവിച്ച പാട് ഓണാകുന്ന നാച്ചുറൽ പാരന്റ്. ലൈക്ക് ഭയങ്കര സ്നേഹം, അപ്പിയിട്ട പ്രശ്നമില്ല, മുട്ടിച്ച പ്രശ്നമില്ല, എന്ത് ചെയ്താലും നോ ഇഷ്യൂസ് അല്ലെ. വയറ്റിൽ ഉള്ള സമയത്ത് ചവിട്ടിയ പ്രശ്നമില്ല, കുത്തിയ പ്രശ്നമില്ല, എന്ത് ഭൂമിയോളം ക്ഷമയുള്ള മാതാവ്. ഓക്കെ, ദാറ്റ്സ് വാട്ട് നാച്ചുറൽ പാരന്റ്സ്. അതിനായി നമ്മൾ അതാണ് ഞാൻ പറഞ്ഞ നമുക്കറിയാണ്ട് കുറെ കൾച്ചറിനും നമ്മളെ സൊസൈറ്റിന്നും അല്ലെങ്കിൽ നമ്മളെ റിലീജിയനും എല്ലാം കിട്ടിയ ഒരു പാരന്റിങ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും മതം കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പാരന്റാണ് ഗുഡ് പാരന്റ്. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ആ രീതിയിൽ പഠിപ്പിച്ചിട്ട് മതത്തിനോട് വിരക്തി തോന്നുന്ന കുട്ടികൾ പോലും ഇന്നത്തെ കാലത്ത് ലൈക്ക് ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന പഠിച്ചോൻ എന്ന് പറയുന്ന നരകത്തിലിടുന്ന പഠിച്ചോനും തീയിലിടുന്ന പഠിച്ചോനും തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ലൈക്ക് ആ രീതിയിലുള്ള പഠിച്ചോനെ മാത്രമേ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ്? നമുക്ക് കാലങ്ങളായിട്ട് കിട്ടിയ ഇത് മുന്നേ സംസാരിച്ചു പോയതാണ്. നമുക്ക് കാലങ്ങളായിട്ട് കിട്ടിയ ഈ പറയുന്ന പേടിപ്പിക്കൽ തീയിലിടുന്ന പഠിച്ചോനും നരകത്തിലിടുന്ന പഠിച്ചോനും ഇതിനെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് അറിയാണ്ട് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്ത് പോവാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക്. നമ്മൾ പോലും അറിയാണ്ട് ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് പോവാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, ഞാനിപ്പോ ഇവിടെ ജീവിച്ച് മരിച്ചു. ഓക്കെ, ഇപ്പൊ എന്റെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ എന്റെ ഒരു ലെഗസി ഇപ്പൊ ഞാൻ ഇവിടെ ലീവ് ചെയ്ത് ഞാൻ എന്തായാലും എന്റെ ലൈഫ് സ്പാന് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്റെ ബോഡി ഇവിടെ ലീവ് ചെയ്ത് ഓക്കെ നമ്മൾ എന്തായാലും മരിക്കും എല്ലാവരും അല്ലെ. ഒരു ഷോർട്ട് ടൈമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പോ നമ്മളൊരു 150 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് എത്ര പേരമക്കൾ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് എത്ര പേരമക്കളുണ്ടാവും? അല്ലെങ്കിൽ നമ്മളെ ലെഗസി കണ്ടിന്യൂ ചെയ്യേ പോകുന്ന എത്രമാത്രം ലൈക്ക് മനുഷ്യർ ഇവിടെ ഉണ്ടാവും? അത്രയും മനുഷ്യരുണ്ടാവും അല്ലെ. മേ ബി എത്രയോ നമുക്ക് അറിയില്ല എത്ര ആണ് എന്നുള്ള.
അപ്പൊ നമ്മളിൽ നിന്നും പോകുന്ന ഒരു സാധനം നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മൾ പോലും അറിയാണ്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിനെ ജനറേഷൻ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ആ സാധനത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് പാരന്റിങ്. അതിനാ നമ്മൾ ഒരു കൊറോണ വൈറസിന്റെ ആ ബ്രേക്ക് ദ ചെയിൻ പോലെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ആ കോഡ് കട്ട് ചെയ്തിട്ട് നമ്മളൊരു നല്ല, നമുക്കെല്ലാം പലപ്പോഴും തോന്നിയിട്ടില്ലേ നമുക്കൊരു നല്ല പാരന്റിങ് ആ കിട്ടിയിട്ടുള്ള, എനിക്കെല്ലാം തോന്നിയിട്ടുണ്ട് ആക്ച്വലി. അപ്പൊ നമുക്ക് ഇങ്ങനെ പാരന്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഗൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പൊ നാളെ ആക്ച്വലി നമ്മളെ മക്കള് അങ്ങനെ ചിന്തിക്കാതിരിക്കാനും അങ്ങനെ ലൈക്ക് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാലങ്ങളായിട്ട് കിട്ടിയ വൂൺസ് കൈമാറാതിരിക്കാനുമാണ് നമ്മളെങ്കിലും ഇതിലൊന്ന് അവെയർ ആയി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കുട്ടികളിൽ ഡെഫിനറ്റ്ലി ചേഞ്ച് വരും. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ സ്പിരിച്വൽ പാരന്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ കോൺഷ്യസ് പാരന്റിങ്. കോൺഷ്യസ് പാരന്റിങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കോൺഷ്യസ് ആവുക, അതായത് ബോധത്തില്, അല്ലെ? നമ്മളിപ്പോ ആക്ച്വലി ഒരു ഫോണ് ഇവിടെ ഉണ്ട് നോട്ടിക്കോ, അപ്പൊ നമ്മൾ ഈ അറിയാണ്ട് ഫോണ് ലൈക്ക് നമുക്ക് നാച്ചുറലി ആ ഫോണ് കാണുമ്പോ ഇങ്ങനെ നമ്മളെ കൈ അങ്ങോട്ട് പോകില്ലേ, ഒരു കാന്തിക ശക്തി പോലെ. ലൈക്ക് ഇറ്റ്സ് ആൻ അൺകോൺഷ്യസ് ആക്ടിവിറ്റി. അതായത് നമ്മള് അൺകോൺഷ്യസ് ആയിട്ട് നമുക്ക് ഫോൺ കാണുമ്പോൾ ഇത് എടുക്കണം എന്നുള്ളത് നമുക്ക് അറിയാം. അതായത് ഓൾറെഡി ലൈക്ക് പ്രോഗ്രാംഡ് ആയി, അതിനൊരു പാറ്റേൺ ആയി, അവിടെ പ്രോഗ്രാംഡ് ആയി സെറ്റ് ആയി. ഓക്കെ, അതേപോലെ നമ്മൾ കോൺഷ്യസ് ആവുന്ന സമയത്ത്, ഓക്കെ അങ്ങനെ ചെയ്യരുതെന്ന് കോൺഷ്യസ് ആവുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ഉണ്ടാകുന്ന ഒരു ബോധം, അതിനാണ് ഈ സ്പിരിച്വൽ പാരന്റിങ്ങിലൂടെയും കോൺഷ്യസ് പാരന്റിങ്ങിലൂടെയും നമ്മൾ നിങ്ങളുടെ അടുത്ത് ലൈക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആക്ച്വലി എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒന്നുകിൽ കാലങ്ങളായിട്ട് കിട്ടിയ വോൺസോ, അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഇപ്പൊ മണീന്റെ റിലേറ്റഡ് നമ്മൾ കാലങ്ങളായിട്ട് കേൾക്കുന്ന ആ പൈസ കൂടിയ അഹങ്കാരം കൂടും. നമ്മൾ ചിലപ്പോഴും നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അധികം പൈസ ഒന്നും വേണ്ടടാ. ആക്ച്വലി പൈസനെ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അല്ലെ? പലപ്പോഴും നോക്കുകുത്തിയായി നിൽക്കാന്നല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഹെൽപ്ലെസ് ആയിട്ട്, ഓ അങ്ങനെ നടക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ എന്ന് പറയാതെ അല്ലാതെ ഒരു ചെറു വിരൽ അനക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഒരു ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു ബിസിനസ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആടെ ആ യുദ്ധത്തിന് ലൈക്ക് അതിനൊരു എന്താ പറയാ, ഒരു സ്റ്റെക്നെസ് കൊണ്ടുവരാനുള്ള ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമുക്ക് നിങ്ങൾക്ക് വല്ല പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ? എന്തുകൊണ്ട് നമ്മൾ അതേപോലെയുള്ള മനുഷ്യന്മാര് പലതും ഇത്രയും ഗ്ലോബലി പല കാര്യങ്ങളും ചെയ്യുന്നല്ലേ? നമ്മൾ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഉള്ളത്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാണ്ട് പൈസന്റെ കാര്യത്തിലായാലും, നമ്മളെ ഇപ്പൊ സ്ത്രീകളായ സ്ഥിതിക്ക് സ്ത്രീ എന്നുള്ള ഒരു കോൺസെപ്റ്റില് നമ്മൾ പല കാര്യങ്ങളിലും ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതേ സ്ത്രീകൾ പല കാര്യങ്ങളും വേറെ ചെയ്യുന്നുണ്ട് അല്ലെ? വലിയ വലിയ പല കാര്യങ്ങളും പല രീതിയിൽ ഗ്ലോബലി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഇതെല്ലാം ലിമിറ്റ് ചെയ്യപ്പെട്ട്? അപ്പൊ നമ്മൾ ഇത് പഠിച്ച് കോൺഷ്യസ് ആവുന്ന സമയത്ത് നമ്മളെ മക്കളിലെങ്കിലും ആ ലിമിറ്റിംഗ് ബിലീഫ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഒരു പാറ്റേൺ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാനാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ കോൺഷ്യസ് ആവേണ്ട ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും പല രീതിയിലായിട്ട് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളത്. ആക്ച്വലി നമ്മൾ ഒരു കുട്ടിനെ വാർത്തെടുത്ത സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു കുഞ്ഞിനാണ് ഈ ഭൂമിയിലേക്ക് ഓക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ വിടുന്നത്. അപ്പൊ നമ്മൾ കൊടുത്ത അതായത് മാതാപിതാ ഗുരു ദൈവം, റൈറ്റ്? മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഗുരുവിൽ നിന്നാണ് ഒരു മനുഷ്യൻ ദൈവത്തിന് അറിയാൻ പറ്റും. ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഹലോ, സെക്കൻഡ്. ഓക്കെ ഫൈൻ. അപ്പൊ ആക്ച്വലി എന്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞിനെ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമും നമ്മൾ കൊടുക്കുന്ന വളർത്തലുകളും കൊണ്ട് നമ്മൾ ഈ കുട്ടിനെ ഈ സമൂഹത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ആ കുട്ടി ഇടപഴകേണ്ട ഒരുപാട് ഇടങ്ങളുണ്ട് അല്ലെ? ഫാമിലി, ഒരു ഫാമിലി മാൻ ആവുന്ന സമയത്ത് ആ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ കുട്ടി ആക്ച്വലി ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്നു, അവിടെ ഈ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെ? എങ്ങനെ ആ കുട്ടി ഒരു ഫാദർ ആയാലും ഒരു മദർ ആയാലും ആ കുട്ടി എങ്ങനെ ആ കുട്ടീന്റെ മക്കളെ നമ്മൾ നോക്കുന്നു? ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഈ കാലങ്ങളായിട്ട് കൊടുത്ത സാധനങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ഏർലി ഏജിലെ കുട്ടികൾ സക്സസ്ഫുൾ ആവുന്നതിന്റെ ഒരു റീസൺ തന്നെ പാരന്റിങ്ങിന്റെ റിഫ്ലക്ഷൻ ആണ്. ദാറ്റ്സ് വാട്ട് പാരന്റിങ്, നർച്ചറൻസ് ആണ്.
പാരന്റിങ് എന്ന് പറയുന്നത് നമ്മള് പരിപാലിക്കാണ് അല്ലെ, നമ്മളൊരു ഗാർഡിയൻഷിപ്പ് എടുക്കാണ്. ഗാർഡിയൻഷിപ്പ് എടുക്കാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഒരു നർച്ചറർ ആകുന്ന സമയത്ത് ഒരു കർഷകൻ ഒരു വിത്ത് ഒരു മണ്ണിൽ നട്ട് കഴിഞ്ഞാല് അതിനെ പരിപാലിക്കുന്ന, വളവും കൊടുത്ത് പരിപാലിക്കുന്ന പോലെ നമ്മൾ നമ്മളെ മക്കളെ പരിപാലിച്ചു കൊണ്ടുവരാണ്. അതിന്റെ ഫ്രൂട്ട് ഫൈനലി ചിലപ്പോൾ നമ്മൾ പോലും അനുഭവിക്കണം എന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി വേറെവർ ഹി ഗോ, നമ്മുടെ കുട്ടികളെ ലിമിറ്റ് ചെയ്യല്ല, ഗ്ലോബൽ സിറ്റിസൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പാകപ്പെടുത്താണ് ചെയ്യേണ്ടത്. ആക്ച്വലി ഞാൻ എന്റെ ഫോണിന്റെ അടുത്ത് പല കാര്യങ്ങളും ഷെയർ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യമാണ്. ആക്ച്വലി നമുക്ക് ലൈക്ക് ഒരു ഒരു സോഷ്യൽ പെയിന്, ഒരു ഭയങ്കരമായ ഒരു സോഷ്യൽ പെയിന് നടക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ഈ പെയിൻ ഇങ്ങനെ ലൈക്ക് ഒരു ഇമോഷൻസിനെ എന്റർടൈൻ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ചെറിയ വിരൽ അനക്കാനുള്ള കെപ്പബിലിറ്റി നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഞാനെന്ന മാതാവിന് പറ്റണം. എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോ നമ്മൾ അതിൽ ചിലപ്പോ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ, നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെങ്കിൽ നമ്മളെ മേ ബി നമ്മളിലൂടെ വളരുന്ന ആ കുഞ്ഞുങ്ങള് നാളെ ചിലപ്പോ ഈ ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഞാനിത് മുന്നേ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ എന്റെ ഈ ഒരു പേഴ്സണലി ഈ കാര്യങ്ങളിൽ ഇവോൾവ് ചെയ്ത സമയത്ത് എന്റെ മക്കളിൽ എനിക്കൊരു മോനാണ്, അവനിൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഓനിലൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്നിലാ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്നിൽ ചെയ്യുന്ന സമയത്ത് തന്നെ അവനിൽ ആ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് പാരന്റിങ് പഠിക്കേണ്ട ഒരു കാര്യം. ആക്ച്വലി പാരന്റ് ഒരു സെയിം ടൈം ഒരു സയന്റിസ്റ്റും ആവണം, ഒരു എന്താ പറയാ ഒരു ആർട്ടിസ്റ്റും ആവണം, നമ്മള് സയന്റിസ്റ്റും ആവണം. നമ്മൾ ആവുന്നില്ലേ, നമ്മൾ ആക്ച്വലി ഇപ്പോ ജസ്റ്റ് നമ്മൾ സെയിം ടൈം ചിലപ്പോ ഡോക്ടർ ആവും, വൈദ്യരാവും, ചിലപ്പോ ന്യൂട്രീഷനിസ്റ്റ് ആവും അല്ലെ. നമ്മൾ എന്തെല്ലാം ആകുന്നുണ്ടെങ്കിലും ആലോചിക്കുക. കുട്ടി ചിലപ്പോ വന്നിട്ട് അനക്കൊരു വേദന തിരിഞ്ഞു പോയിട്ടുണ്ടാവും. ഓക്കെ, നീ കുറച്ച് മറ്റേ ബാം എടുത്ത് വരയ്ക്കാൽ മതി, ആടെ നമ്മള് വൈദ്യരായി, റൈറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നീ ഇന്ന സാധനം ഒന്ന് കഴിച്ചു നോക്കുക, അപ്പൊ നമ്മൾ അവിടെ ഡോക്ടറായി. ചിലപ്പോ ഇവിടെ എന്തെങ്കിലും ഫേസിൽ എന്തെങ്കിലും ഒരു വൈറ്റ് പാച്ചസ് ആയിട്ട് വന്നാൽ പറയും ഇത് വൈറ്റമിൻ ഡിന്റെ കുറവാണ്, നീ നല്ലോണം ഇത് കഴിക്കുക, ആടെ ന്യൂട്രീഷനിസ്റ്റ് ആയി അല്ലെ. ചിലപ്പോ നമ്മൾ എഞ്ചിനീയർ ആവും അല്ലെ. നമ്മൾ എന്തിലാവും, നമ്മൾ ഒരുപാട് റോൾസ് എടുക്കുന്നുണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ചെയ്യുന്നുള്ളത്. ആക്ച്വലി നമ്മൾ പഠിക്കേണ്ട ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജി പഠിക്കേണ്ട, ഈ കോൺഷ്യസ് പാരന്റിങ് പഠിക്കേണ്ട അത്രമേൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഞാനെല്ലാം പല പൊട്ടത്തരം ചെയ്തിട്ട് വന്ന ആളാണ്. എനിക്ക് മുന്നേ ഉണ്ടായ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ ഒരുമാതിരി എക്സോസ്റ്റഡ് ആയ സമയത്ത് ചിലപ്പോ നല്ലോണം മോനിട്ടിട്ടാ കൊടുക്കുക. അപ്പൊ മോനിട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഫുൾ എന്റെ ഉള്ളിലത്തെ നാച്ചുറൽ പാരന്റ്, കാരുണ്യത്തിന്റെ ഉറവിടമായ അല്ലെങ്കിൽ നിറകുടമായ അമ്മ അങ്ങ് ഓണായി കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാര്യം. ഞാൻ മുന്നേ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ദാറ്റ്സ് വാട്ട് ഐ വാസ് എക്സ്പീരിയൻസിങ് ഇൻ മൈ ജേർണി. ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ എന്റെ ഒരുപാട് തവണ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സാധനമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയും. പിന്നെ ഞാൻ എന്താക്കും, ഓനെ കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചെടുക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ചെയ്യേണ്ടത്, അത് തെറ്റായിരുന്നു. പക്ഷെ എനിക്ക് അറിവിന്റെ പരിധി കൊണ്ട് ഞാൻ അറിയുന്ന രീതിയിലെങ്കിലും ആ കുട്ടിക്ക് ആ രീതിയിൽ ഞാൻ എന്തെങ്കിലും ഒരു പാമ്പറിങ് ചെയ്യണല്ലോ. ഞാൻ ചെയ്ത ഒരു അക്രമത്തിന്റെ പിന്നില്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയെങ്കിലും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ അങ്ങനെയല്ല ചെയ്യണ്ടേ. അപ്പൊ കംപ്ലീറ്റ്ലി നമ്മൾ പല വാല്യൂസ്, ഇപ്പൊ നമ്മള് അറബ്സിന്റെ കൾച്ചർ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ പാരന്റിങ്ങിൽ ഡീപ്പറായിട്ട് സംസാരിക്കേണ്ട കാര്യം. അറബ്സിന്റെ കൾച്ചർ കണ്ടിട്ടുണ്ട്. കുട്ടികളെ ഹഗ് ചെയ്യും, അവര് ഫോർഹെഡിൽ കിസ് ചെയ്യും. നിങ്ങൾ ഇന്ന് തന്നെ പാരന്റിങ്ങിൽ ഇപ്പൊ 14 ആളുകള്, ഞാനും റിൻഷി അല്ലാതെ 12 ആളുകള്, നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു സാധനം, അത് നിങ്ങൾ ഇന്ന് കേട്ടതിന്റെ പേരിലെങ്കിലും നിങ്ങൾ ഇനിയിപ്പോ കോഴ്സിൽ ജോയിൻ ചെയ്തോ ഇല്ലയോ ദാറ്റ് ഡസന്റ് മാറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യം, നിങ്ങളെ മക്കളെ നാളെ മുതൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഹഗ് ചെയ്തിട്ട് ഫോർഹെഡിൽ കിസ് ചെയ്യാം. ഓക്കെ, ആ ഹഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ സെയിം ടൈം അവരുടെ ബോഡിയിൽ നമ്മളെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അവർക്ക് ഇമോഷണൽ സെക്യൂരിറ്റി അവിടെ കിട്ടുന്നുണ്ട്. അവരുടെ ബോഡിക്ക് കിട്ടുന്ന ഒരുപാട് നർച്ചറൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. ആ ഒരു എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്ന സമയത്ത്. പിന്നെ ഫോർഹെഡിൽ കിസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി വി ഓൾ നോ ദാറ്റ് വി ഹാവ് എ തേർഡ് ഐ ഇയർ. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു തേർഡ് ഐ പോയിന്റ് ഉണ്ട്. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു സെല ആൻഡ് പ്രസിങ് ഓവർ ഇൻ സുജൂദ്. നമ്മൾ സുജൂദില് നമ്മളെ നെറ്റിത്തടം പ്രസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഒരു റീസ്റ്റാർട്ടിങ് നടക്കുന്നുള്ളത്. ആക്ച്വലി ഇതൊന്നും അറിയാണ്ട് പോയിട്ട് തല പ്രസ് ചെയ്യുന്നുള്ള കാര്യം വേറെ കാര്യം. ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ അത് അറിഞ്ഞ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത്
അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ സെലയിൽ പോലും ആ ഒരു പ്രസ്സിങ് നടക്കുന്ന സമയത്ത് ഈവൻ നമ്മളെ വിഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഓപ്പണിങ് ഉണ്ടാവാൻ അത്രമേൽ മീൻ അത്രമേൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഈ ഫോർഹെഡിൽ കിസ് ചെയ്യല്. അതൊന്നും കൂടി നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമൊന്നും അറിയുന്നുണ്ടാവില്ല, അങ്ങനെ കിസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, കാര്യങ്ങൾ കുട്ടികൾക്ക് നല്ല കാര്യം സംഭവിക്കുന്നു നമുക്ക് അറിയുന്നുണ്ടാവില്ല. ബട്ട് നമുക്ക് സൈലന്റ് ആയിട്ട് ആ കെട്ടിപ്പിടിച്ച് ഒന്ന് ഹഗ് ചെയ്യുന്ന സമയത്ത് അവരോട് പറയണമെന്ന് പോലും ഇല്ല. അവരെ കുറിച്ച് നമുക്കുള്ള ഡ്രീംസ് നമ്മളൊന്ന് ആ കിസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മനസ്സിലെങ്കിലും ഒരു പ്രാർത്ഥന പോലെ അവിടെ സമർപ്പിക്കാം. ഓക്കെ, മനസ്സിലെങ്കിലും അവരോട് പറയണ്ട. ആക്ച്വലി നമുക്കുള്ള അവരെ കുറിച്ച് ഇപ്പൊ സെലിബ്രിറ്റീസ് ആയ ഒരുപാട് ആളുകളുടെ പാരന്റ്സ് അവരെ കുറിച്ച് ഒരുപാട് ഗോൾസ് എഴുതി വെച്ചിട്ടും എന്താ പറയാ അവരെ കുറിച്ച് ഭയങ്കര ഡ്രീംസ് കണ്ടിട്ടും വിഷണറി ആവുന്നതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് ആക്ച്വലി നമ്മളെ കണ്ണൂർ തന്നെയുള്ള ഒരു ഡാനി ആൻഡ് ഡാഡി എന്ന് പറയുന്ന ഒരു ലൈറ്റിന്റെ വലിയ ഷോറൂം ഉണ്ട്. ആക്ച്വലി ആ പുറമെ അതിന്റെ എക്സ്റ്റീരിയർ കാണുന്ന സമയത്ത് ഒന്നും ഇല്ല. കാണുമ്പോ നമുക്ക് ഒന്നും ആ ഒരു ജസ്റ്റ് ഒരു ബിൽഡിംഗ് ഒന്നും കാണാനേ ഇല്ല. ആക്ച്വലി അതിന്റെ ബിഹൈൻഡ് ഏകദേശം 15,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ലൈറ്റിന്റെ ഷോറൂമാണ് ആ ഒരു ഡാനി ആൻഡ് ഡാഡി. ഞാൻ ഇതുവരെ ഇത്രയും വർഷം കണ്ണൂര് ജീവിച്ചിട്ട് അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മോൻ ഇങ്ങനെ പറഞ്ഞു, ആളുടെ സ്റ്റോറി ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സക്സസ് സ്റ്റോറിയാണ്. കാരണം ലൈക്ക് 19 ഇയേഴ്സിൽ 19 വയസ്സിൽ ആള് പഠനം നിർത്തി കർണാടകയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന സമയത്ത് ഒരുപാട് കുത്തുവാക്കുകള് ആൾക്ക് അനുഭവിച്ചതിനേക്കാളും ആളുടെ പാരന്റ്സ് അനുഭവിച്ചിട്ടുണ്ട്. ആൾക്ക് അത് ഭയങ്കര പെയിൻ ആയിട്ടുണ്ടായിന്. പറഞ്ഞിട്ടില്ലേ കർണാടകയിലൊന്നും പഠിക്കാൻ അയക്കണ്ട മോനാന്ന്, അതല്ലേ ഇപ്പൊ ഇങ്ങനെ പഠിക്കാണ്ട് വന്നിട്ടിരിക്കുന്നേന്നുള്ള രീതിയിൽ ആ മോന് ഉമ്മാനെ കുറ്റപ്പെടുന്നത് കണ്ടിട്ടും അല്ലെങ്കിൽ പാരന്റ്സിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് സങ്കടപ്പെട്ട ഒരു മോനായിരുന്നു അത്. പക്ഷെ അന്ന് ഉമ്മ പറഞ്ഞൊരു വാക്കാണ് ഇന്ന് കാണുന്ന ഇമാദ്. അതായത് ഇമാദ് എന്ന ആളുടെ പേര്. ഡാനി ആൻഡ് ഡാഡി ആളെ നോർമലി എല്ലാരും ഡാനി എന്ന് വിളിക്കുന്നത് കൊണ്ട് ഡാനി ആൻഡ് ഡാഡി എന്നാണ് ആളുടെ ഒരു ഇതിന്റെ പേര് ആ ഒരു ഷോറൂമിന്റെ. അപ്പൊ ആൾക്ക് ഇന്ന് ഫൈനാൻഷ്യലി നോക്കി അത്ര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യലി സൗണ്ടഡ് ആയ ഒരു വ്യക്തിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ആളുടെ സക്സസ് സ്റ്റോറി കേട്ടപ്പോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു വാക്കാണ് അന്ന് എന്റെ ഉമ്മ പറയായിരുന്നു ഓനൊരു കച്ചവടക്കാരനാണ് എന്നുള്ളത്. അന്ന് എന്റെ ഉമ്മ പറയായിരുന്നു ഓനൊരു കച്ചവടക്കാരനാണ്. വേറൊന്നല്ല, ആ ഉമ്മക്ക് അറിയുന്ന ആ കച്ചവടക്കാരൻ ഇന്ന് അവിടെ എത്തി. അപ്പൊ ഓ പറഞ്ഞു വെച്ചാൽ ഈ തകർന്ന് നിൽക്കുന്ന സമയത്തും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് ഒരു കട കത്തി നശിച്ചു. ഇതൊക്കെ കാണുമ്പോ എന്റെ ഉമ്മയിൽ എന്റെ പാരന്റ്സിൽ ഉണ്ടായ ഒരു ബിലീഫാണ് ഇന്ന് കാണുന്ന ഇമാദ് ഉണ്ടായത് എന്നുള്ളത്. ആക്ച്വലി നമുക്ക് ചെറിയൊരു മാർക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് ആങ്സൈറ്റി വന്നു, അല്ലെങ്കിൽ നമുക്ക് ആകെപ്പാട് ഫ്രസ്ട്രേഷൻ വന്നു. അള്ളാന്റെ പഠിച്ചോനെ മാർക്ക് പറഞ്ഞേ ഇനിയിപ്പോ തീർന്ന്, അങ്ങനെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളെ ബിലീഫ് കംപ്ലീറ്റ് ആണ് കട്ടാവാണ്, നമുക്കുള്ള വിശ്വാസം കംപ്ലീറ്റ് കട്ടാവാണ് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോൺഷ്യസ് ആവുന്ന സമയത്ത് നമ്മൾ ആ കോൺഷ്യസ് പാരന്റിങ് ജേർണിയിലേക്ക് എൻ്റർ ആകുന്ന സമയത്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത ഒരുപാട് മിറാക്കിൾസ് നമ്മളിൽ കറക്റ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കുട്ടികളിൽ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ ഇമാദിന്റെ സക്സസ് സ്റ്റോറി പറയുന്ന ഐസക് ന്യൂട്ടൻ അല്ലേ? ഐസക് ന്യൂട്ടൻ തന്നെയല്ലേ? നമുക്ക് പിന്നെ ജനറൽ നോളജ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്ക് പേര് ഓർമ്മയില്ല. ആണോ? ആരെങ്കിലും ഉണ്ടോ ബുദ്ധിജീവികള്? ഐസക് ന്യൂട്ടൻ തന്നെയല്ലേ മാതാവിന്? ഐസക് ന്യൂട്ടൻ ആണോ? പെട്ടെന്ന് റിലേ കട്ടായി. ഐൻസ്റ്റീൻ റൈറ്റ് അല്ലേ? ഐൻസ്റ്റീൻ അല്ലേ? ഉമ്മ ലൈക്ക് ഒരു പേപ്പർ ലൈക്ക് ടീച്ചർ ആ ഒരു സ്റ്റോറി ഇല്ലേ നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. എഡിസൺ. താങ്ക് യു അഫീഫ, താങ്ക് യു സോ മച്ച്. എഡിസൺ. യാ, ആക്ച്വലി ഞാന് ഭയങ്കര ഈ പറയുന്ന നെയിം ഹോൾഡ് ചെയ്യാൻ എനിക്ക് തീരെ പറ്റില്ല. നെയിം ഡേറ്റ് ഒന്നും എനിക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റൂല, അറിയില്ല. അപ്പൊ പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പൊ എഡിസന്റെ ലൈക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കിയില്ലേ? സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ആക്ച്വലി സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് അമ്മ ചെയ്ത ഒരു എംപവർമെന്റ് ആണ് ആ ഒരു എഡിസനാക്കി മാറ്റിയെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് സക്സസ്ഫുൾ ആയ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസിനെല്ലാം എടുക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി നമ്മൾ ഈ പാരന്റിങ് ജേർണിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ 1 month വർക്ക്ഷോപ്പിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡീപ്പർ ആയിട്ട് ഇതിലേക്ക് കയറുന്നുണ്ട്. ഒന്ന് നമ്മൾ ഈ പാരന്റിങ് ഗോൾസ് സെറ്റ് ചെയ്യല്, ഫൈനാൻഷ്യൽ പ്ലാനിങ് സെറ്റ് ചെയ്യല്. ഇപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പേഴ്സണാലിറ്റി ടൈപ്സ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഈ പാരന്റിങ് ഗോൾസിനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്ന സമയത്ത് ഒരുപാട് ലൈക്ക് സെലിബ്രിറ്റീസ് ആയ ആളുകളുടെ പാരന്റ്സ് അവരെ കുറിച്ച് ഇങ്ങനെ സീക്രട്ട് ആയിട്ട് ഗോൾസ് എഴുതി ഹോൾഡ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പിന്നീട് സംഭവിച്ചതിന് ശേഷമാണ് അവരെടുത്ത് ലൈക്ക് മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നേന്നുള്ള കാര്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ചർച്ച ചെയ്ത് പോകാൻ. ആക്ച്വലി ഒരു കടലാണ്. നമ്മൾ ഇത് സയന്റിഫിക്കലി പഠിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ പോകാനുണ്ട്. ഇതിനെ ലൈക്ക് ഇമോഷണലി കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ പോകാനുണ്ട്. ആർട്ടിസ്റ്റിക് ആകുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ ആവാനുണ്ട്. നമ്മൾ ആർട്ടിസ്റ്റ് ആകുന്നില്ല, നമ്മൾ സയന്റിസ്റ്റ് ആകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പാടാത്ത, നമ്മൾ ഹസ്ബി റബ്ബിയും ഇത് പാടാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവൂല അല്ലെ. ലൈക്ക് ഒരു അമ്മയും ഉണ്ടാവൂല അത്ര പാട്ട് പാടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ താരാട്ട് പാട്ട് പാടാത്ത ഒരു ഉമ്മയും ഈ ഭൂമി ലോകത്ത് ഉണ്ടാവൂല. ഒന്നുമില്ലെങ്കിലും മൂളിപ്പാട്ടെങ്കിൽ ഒരു കുട്ടിനെ ഉറക്കാൻ വേണ്ടി നമ്മൾ പാടിയിട്ടുണ്ടാവും. അത്രയും ബ്യൂട്ടിഫുൾ ജേണിയാണ്. പിന്നെ എവിടെയോ നമ്മൾ ആൻസൈറ്റി കയറി വന്ന് നമ്മൾ ആ മനുഷ്യനിലുള്ള, പിന്നെ ഞാൻ പറയാലോ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ. ഞാൻ ഏടെ സെഷൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിക്കും, മക്കളെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്ന് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ജനറേഷൻ അങ്ങനെയാണ്. ആക്ച്വലി എല്ലാ ജനറേഷൻസും ഈ കാര്യം കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ എന്നെ ലൈക്ക് നമ്മളെ പാരന്റ്സ് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിൻ്റെതായ വൈകൃതത്തെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താക്കുക, നമ്മൾ അങ്ങനെ പറയുന്ന ആളുകളാവാതിരിക്കുക. ബിക്കോസ് എല്ലാ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ദൈവം ഇങ്ങോട്ടേക്ക് അയക്കുന്നുള്ളത്. നമ്മളിപ്പോ ഞാൻ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. ഞാനിപ്പോ വാട്സപ്പില്ല, ബിക്കോസ് ഐ എം 90s കിഡ്. എനിക്കൊന്നും ഇൻസ്റ്റാഗ്രാമിൽ എത്താനേ പറ്റുന്നില്ല. ലൈക്ക് ഞാൻ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ചാണ് ഇൻസ്റ്റാഗ്രാമും. അതിൽ സ്റ്റോറി ഇടലും റീൽസ് ഇടലും. മോന്റെ ബാക്കന്നെ പോകണം, ഒന്ന് റീൽസ് ഇട്ടരോ, ഒന്ന് സ്റ്റോറി ഇട്ടരോ എന്ന് വെച്ചിട്ട്. അപ്പൊ അതാണ് കാര്യം. ഇപ്പൊ നമ്മുടെ ഉമ്മാക്ക് ചിലപ്പോ ഉമ്മാക്ക് വാട്സപ്പ് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഇതെല്ലാം എക്യുപ്ഡ് ആവണം എന്നുള്ളതാണ് വേറൊരു കാര്യം. എക്യുപ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നമ്മൾ എത്ര കേപ്പബിലിറ്റി ഉള്ള ഒരാളാണെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയി പോകും അല്ലെ. എത്ര കേപ്പബിലിറ്റി ഉള്ള ആളുകളാണെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ, നമ്മൾ അറിവും നമ്മളെ പേഴ്സണലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോ വീട് ലൈക്ക് വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ക്ലീൻ അല്ലെ. ഇപ്പൊ നമ്മള് മുന്നേ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗിവ്നെസ് എല്ലാം ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. എപ്പം വിചാരിക്കും ഇതന്നെ പരിപാടി വിചാരിക്കണ്ട. വൺസ് നമ്മൾ അതിലേക്ക് അലൈൻഡ് ആകുന്നവരെങ്കിലും നമ്മൾ ഒരു എക്സസൈസ്, അതിന്റെ ഒരു മസിൽസ് ബിൽഡ് ആകുന്നവരെങ്കിലും നമ്മൾ ആ പരിപാടികൾ കോൺഷ്യസ്ലി ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഫോർഗിവ്നെസ് ആണെങ്കിലും അൺകണ്ടീഷണൽ ലവ് ആണെങ്കിലും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് ആ മസിൽസ് ബിൽഡ് ചെയ്യുന്നവരെ നമ്മൾ പണിയെടുക്കുന്നില്ലേ. അതേപോലെ നമുക്കുള്ള ആ ഒരു പാരന്റിങ് കോൺഷ്യസ് മസിൽ ബിൽഡ് ചെയ്യുന്നവരെങ്കിലും നമ്മൾ ഇതിൽ വാല്യൂ ഓറിയന്റഡ് ആയിട്ട് കുറച്ച് എക്സസൈസുകൾ ചെയ്യാനുണ്ടാവും. അപ്പൊ അതിൽ പെട്ടതാണ് ഞാൻ പറഞ്ഞ ഐ മീൻ നമ്മൾ പേഴ്സണാലിറ്റി ടൈപ്സ് പഠിക്കുക. പേഴ്സണാലിറ്റി ടൈപ്സ് എന്ന് വെച്ചാൽ ഡീപ്പറായിട്ട് പഠിക്കലല്ല. ഡീപ്പറായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയൂല. ആക്ച്വലി ഞങ്ങൾക്ക് അറിയുന്ന അറിവില് പേഴ്സണാലിറ്റി ടൈപ്സ് പഠിച്ച് നമ്മള് പഠിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ആക്ച്വലി എനിയാഗ്രാം ബേസ് ചെയ്തിട്ട് ഒരു 9 ടൈപ്പ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ആ 9 ടൈപ്പ് പേഴ്സണാലിറ്റീസ് നമ്മൾ ബേസിക് ആയിട്ട് അറിയുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ ഓക്കെ ഇവർ ഇന്ന പേഴ്സണാലിറ്റി ആണ്. അപ്പൊ നമ്മളെ ഉള്ളിൽ പറഞ്ഞാൽ മതി. ഞാൻ വേഗം പോയിട്ട് അവരുടെ അടുത്ത് നമുക്ക് പറയണ്ട ഇത് നിങ്ങളെ പേഴ്സണാലിറ്റിന്റെ ഒരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് ഹെഡ് ചെയ്യാനുള്ളതല്ല. ബട്ട് നമ്മളെ ഉള്ളിൽ ഇതിലൊന്ന് കോൺഷ്യസ് ആ ഓക്കെ ഇവരെ ഈ പേഴ്സണാലിറ്റി ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിന്റെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ പെർഫെക്ഷനിസ്റ്റ് ആക്ച്വലി റെഡീംഡ് ഉണ്ട്, അൺറെഡീംഡ് ഉണ്ട്. റെഡീംഡ് എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും യു ആർ ഓക്കെ, ഐ ആം ഓക്കെ, നീയും ഓക്കെയാണ് ഞാനും ഓക്കെയാണ്. ഓക്കെ. അൺറെഡീംഡ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നീ ഒരിക്കലും ശരിയല്ല. അങ്ങനെ അതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ പാറ്റേണോ എല്ലാം അതിന്റെ റീസൺ എന്നുള്ളതാണ്. ആക്ച്വലി സയന്റിസ്റ്റ് ആണ് ഓർമ്മയില്ല പേര്. ആള് പറയുന്ന ഒരു എന്താ പറയാ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്ന ആള് കയ്യിൽ ആ ഒരു മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആള് മീൻ ചെയ്യുന്നു. അതുപോലെ നമുക്ക് കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് അവരൊരു ഇൻഡിവിജ്വാലിറ്റിനെ മീൻ അവര് ഇൻഡിവിജ്വൽ ആ ഒരു ഇൻഡിവിജ്വാലിറ്റിനെ നർച്ചർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ട. അല്ലാണ്ട് നമ്മൾ ഒരുപാട് റോൾ മോഡൽസ് കാണിച്ചു കൊടുത്തു. പിന്നെ ജഡ്ജ്മെന്റിന്റെ ഒരു കൂടാരാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അധിക പാരന്റ്സ് ഉണ്ടാവാറ്. ജഡ്ജ്മെന്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനത്തിലെങ്കിലും ജഡ്ജ് ചെയ്യും.
ഇനി അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്നുള്ളത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാരും ചെയ്തെന്നല്ല പറയുന്നത്, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഈ പെർഫെക്ഷനിസ്റ്റ് റെഡീംഡും അൺറെഡീംഡും നമ്മൾ പറയുന്ന സമയത്ത്, റെഡീംഡ് ഞാൻ പറഞ്ഞല്ലോ, റെഡീംഡ് കാറ്റഗറിയിലുള്ള ആളുകൾ നിങ്ങളും ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. ഇപ്പൊ ഞാന് ഓക്കെ വൃത്തിയാക്കും. വൃത്തി മാത്രമല്ല കേട്ടോ പെർഫെക്ഷനിസ്റ്റിന്റെ, ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത് വൃത്തിന്റെ കാര്യം മാത്രമാണല്ല. ടൈം പങ്ക്ച്വാലിറ്റി, ഒരുപാട് കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്ത് പോകാനുണ്ട് പെർഫെക്ഷനിസ്റ്റ് സംസാരിക്കുമ്പോൾ തന്നെ. അപ്പോ ഞാനിപ്പോ വൃത്തിയാക്കിയാലും ഓപ്പോസിറ്റ് ആള് വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നേരെ മറിച്ച് എന്റെ ഉള്ളില് അൺറെഡീംഡ് ട്രീറ്റ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആള് വൃത്തിയാക്കിയിട്ടില്ല എനിക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ വരും. ഇതെന്താ ഇത്, ഞാൻ ഓക്കെ ഞാൻ റെഡീംഡ് ആണെങ്കിൽ ഓക്കെ, അവരങ്ങനെയാണ് പോയിട്ട് അത് ഒന്നും കൂടി ക്ലീൻ ചെയ്യും. ഞാൻ അൺറെഡീംഡ് ആയിരുന്നു. ആക്ച്വലി ഐ വാസ് ആൻ അൺറെഡീംഡ് ബിക്കോസ് ഞാന് എന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ അപ്പുറം തെറ്റരുത് ഇപ്പുറം തെറ്റരുത്, ഷീറ്റ് ചുളിയാൻ പാടില്ല, അങ്ങനത്തെ എല്ലാം കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അതെനിക്ക് മനസ്സിലായി ഇത് ഒരു കോമൺ സാധനമല്ല, ഇതില് കുറച്ച് പെശകുകൾ ഉണ്ട് എന്ന് എനിക്ക് എന്റെ ഈ ഒരു ജേർണിയിൽ മനസ്സിലായാലോ. ഐ ട്രൈ ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ആൻഡ് ഷിഫ്റ്റ് ഇറ്റ് കോൺഷ്യസ്ലി. ഞാൻ കോൺഷ്യസ്ലി ബോധപൂർവ്വം അതിനെ മാറ്റാനുള്ള പണി ഞാൻ എടുത്തു. ഓക്കെ, നമ്മളൊരു ജിമ്മിൽ പോയി പണിയെടുക്കുന്ന പോലെ തന്നെ, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ആക്ച്വലി മൊബൈൽ ചാർജ് തീർന്നതിന് നമ്മൾ കുത്തുന്നില്ലേ? എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സെഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണോ, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മൊബൈല് ഒരു ടൈം കഴിഞ്ഞാല് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം അല്ലെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആവുന്നുണ്ട് അല്ലെ. അത് ഈവൻ മെഷീനറീസ്, ഇപ്പൊ വാഷിംഗ് മെഷീൻ വന്ന സമയം സെമി ഓട്ടോമാറ്റിക് കഴിഞ്ഞ് ഇപ്പൊ ലൈക്ക് ഫുൾ ഓട്ടോമാറ്റിക് ആയി, അതിന്റെ അപ്പുറത്തേക്ക് അല്ലെ, അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ എന്താക്കുന്നത്, ന്യൂ ജെന്ന നമ്മൾ പാസ്റ്റിലുള്ള അപ്ഡേറ്റ് ചെയ്യാത്ത നമ്മള് ലൈക്ക് അപ്ഡേറ്റഡ് ഒരു സാധനത്തിന് എന്തെല്ലോ ചെയ്യാൻ നോക്കുമ്പോ ഇത് അങ്ങ് സ്ക്രാച്ച് വരാണ്. നമ്മളിങ്ങനെ ഒരു എന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പിടുത്തം പിടിക്കാണ്ട്, ആ പിടുത്തത്തില് ഒരുപാട് സ്കാർസ് വരാണ്. നമ്മൾ പോലും അറിയാത്ത സ്കാർസ് ആയി, അത് വൂണ്ടായി കുട്ടികളിൽ, അത് പല രീതിയിൽ റിഫ്ലക്ട് ചെയ്യാം, നമുക്കറിയില്ല. അത് ചിലപ്പോ അവരെ സോഷ്യൽ ഇടപഴകലായിരിക്കും, ചിലപ്പോ ഇൻട്രോവേർട്ട് ആവും, അല്ലെങ്കിൽ ചിലപ്പോ ഭയങ്കര സൂപ്പർ ആക്റ്റീവ് ആയിട്ട് അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലാണ് ഇതിന്റെ റിഫ്ലക്ഷൻസ് കാണാം. എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഓക്കെ ചില ആളുകൾ വിചാരിക്കും, ഓ എന്റെ കുട്ടി ഇത്ര വലുതായി, ഇനിയിപ്പോ ഇതെല്ലാം ചെയ്ത് ഇതെല്ലാം പഠിച്ചിട്ടേന് മാറോ? അങ്ങനെയല്ല. ഡെഫിനറ്റ്ലി നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പൊ നമ്മള് മൂസാ നബിനോട് പഠിച്ചോൻ, ഞാൻ എല്ലാ പാരന്റിങ് സെഷനിലും വീണ്ടും പറഞ്ഞിട്ടുണ്ട്, പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ഇനി ഇല്ല മൂസ, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രിവിലേജ് ഉണ്ട് നമുക്ക് മാതാ അല്ലെ. അത് അപ്പോ നമ്മളെ ഗേസിനെ റിഫൈൻ ചെയ്യാം, നമ്മളെ പ്യൂരിഫൈ ചെയ്യാം, നമ്മളെ നോട്ടത്തിനെ, അതാ പറഞ്ഞ കോൺഷ്യസ് ആവുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഇതിന് ആ ഒരു ലൈറ്റ്, ഇപ്പോ നമ്മള് ലൈക്ക് ഖുറാനിക് വേഴ്സസ് എടുത്തു കഴിഞ്ഞാല് അള്ളാഹു നൂറു സമാവാത്തി വൽ അർള് എന്ന് പറയാം, അതായത് അള്ളാഹു ഈ നൂറാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ജേർണിയില് നമ്മൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും എല്ലാം ഇഷ്ടപ്പെടുന്ന ആ 100 പാർട്ടിക്കിളാണ്. അപ്പൊ നമ്മളൊരു 100 മോംസ ലൈറ്റ് മോംസ് ആവാം. ഓക്കെ, നമ്മള് ഇപ്പൊ ഓക്കെ ഇരുട്ടിലായി തപ്പുന്ന ഒരു കുട്ടിക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന, ഒരു ടോർച്ച് അടിച്ചു കൊടുക്കുന്ന ഒരാളാവാൻ നമുക്ക് പറ്റാം. ഓക്കെ, നമ്മളെ ബയോളജിക്കലി ചൂസ് ചെയ്തു, ഓക്കെ പാരന്റൈറ്റൽ ചൂസ് ചെയ്തു, നമ്മളെ ഗർഭപാത്രം ചൂസ് ചെയ്ത്, നമ്മളെ ഹസ്ബൻഡും നമ്മളും തമ്മിൽ ലൈക്ക് ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടി ഈ ഭൂമിയിലേക്ക് വന്നു, റൈറ്റ്. അപ്പൊ നമ്മള് ചൂസ് ചെയ്തു. ബട്ട് നമ്മളിന്റെ സാധനം നമ്മള് ഫുൾഫിൽ ചെയ്യാന്, നമ്മളെ ഡ്രീംസിനെ കംപ്ലീറ്റ് ചെയ്യാന് അതിനാവരുത് അവരാ. ബട്ട് നമുക്ക് അവരെ കുറിച്ച് ഡ്രീം കാണാം, അതിലേക്ക് നമുക്ക് അവരെ ഹെൽത്തി വേയിൽ നമ്മൾ അവരെ കൊണ്ട് നമുക്ക് ആക്ഷൻ എടുപ്പിക്കാം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഡെഫിനറ്റ്ലി ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. അത് സമർപ്പണത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് സമർപ്പിക്കണം ആ പ്രാർത്ഥന. ഇപ്പൊ അടുക്കോ, ഇപ്പൊ ലൈക്ക് ഞാൻ അഫീഫിനോട് ചോദിക്കാം, അഫീഫ ഇന്ന് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യോ, പിന്നെ ചോദിക്കാം അഫീഫ ചെയ്തേരോ, ഞാൻ ഇങ്ങനെ ഡൗട്ട് അടിക്കാണ്. അപ്പൊ അഫീഫ ചിലപ്പോ ഇത് അറിയുന്നുണ്ടെങ്കിൽ അഫീഫയ്ക്ക് ഇവളോട് ഇത് പറഞ്ഞിട്ട് ഞാനല്ലേ ചെയ്തേരൂ എന്ന് പറഞ്ഞ, പിന്നെ നീ തന്നെ വിശ്വാസം ഇല്ലാണ്ട് പിന്നെ നീ ഇതെന്തിനാ എന്നോട് പറഞ്ഞേ ചോദിക്കുന്നുണ്ടാവും അഫീഫ, റൈറ്റ് ഇല്ലേ? അതേപോലെ നമുക്കെല്ലാം എന്തായാലും സോളിനൊരു സൃഷ്ടാവുണ്ടല്ലോ. നമ്മൾ ഏത് മതമോ ഏത് റിലീജിയനോ ഏത് ലോകത്തിന്റെ ഏത് കോണിലുള്ള മനുഷ്യന്മാരായാലും നമ്മളെ ആത്മാവിനൊരു സൃഷ്ടാവുണ്ടല്ലോ ഡെഫിനറ്റ്ലി.
നമ്മളെ സോള് വന്ന ഭൂമി, ലൈക്ക് നമ്മൾ ഈ ബോഡിന്റെ ഉള്ളിൽ വസിക്കുന്ന ആ ഒരു സൃഷ്ടാവിന്റെ ആ കുവ്വത്ത്, ആ റൂഹ്, ആ ആത്മാവ് അല്ലെ. അപ്പൊ ആ ആത്മാവിന് എന്തായാലും സൃഷ്ടാവുണ്ടല്ലോ. അപ്പൊ ആ സൃഷ്ടാവിന്റെ പറഞ്ഞ പോലെ ആ ഡിവൈൻ പ്ലാനിലേക്ക് അലൈൻ ചെയ്യാനുള്ള ഒരു നൂറ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിരിക്കണം ഞാനും നിങ്ങളും അടങ്ങുന്ന മാതാവ് അല്ലെങ്കിൽ പാരന്റ്സ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത്രമേൽ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പാരന്റിങ് പഠിക്കേണ്ട കാര്യം. ആക്ച്വലി ഇത് എന്തിനു പഠിക്കുന്നത് നമ്മള് വിചാരിക്കും, പണ്ടുള്ള ആളുകളെല്ലാം ഇതെല്ലാം പഠിച്ചിട്ടാണോ പാരന്റിങ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇന്നത്തെ കാലം ഇന്ന് വീണ്ടും ഞാൻ പറയാണ്, കുട്ടികളെ കുറിച്ച് വല്ലാണ്ട് ആൻസൈറ്റി, ആ കാലഘട്ടത്തിന്റെ മക്കളെ കുറ്റപ്പെടുത്തി നമ്മൾ ഒന്നല്ലാണ്ടാക്കാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുന്നേ എന്റെ ഫാമിലിയിൽ ഒരു ഗ്യാതറിങ്, ഐ മീൻ ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായ സമയത്ത് ലൈക്ക് ഭയങ്കര ഹെൽത്തി വേന്ന് നമുക്ക് തോന്നുന്ന ഒരു പാരന്റിങ് ആയിരുന്നു അവരുടേത്. ഞാനിങ്ങനെ ഇതിനെ ലൈക്ക് ഒരു റിസർച്ച് മോഡിൽ നോക്കുന്ന സമയത്ത് അവര് പുറമെ നമ്മൾ കാണുമ്പോ ഇവരെ പോലെ പാരന്റിങ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു സാധനം, റിലീജിയന്റെ കോൺസെപ്റ്റിലാണെങ്കിൽ പറയണ്ട. ഇപ്പൊ കുട്ടികളുടെ ലൈഫിൽ ഭയങ്കര അവരാകെ ടോട്ടൽ ലോസ് ആയ കണ്ടീഷനിലെ കുട്ടികളുള്ള 2 മക്കളാണ് ഉള്ളത്. 2 മക്കളുടെ ലൈഫും ലൈക്ക് വല്ലാത്തൊരു അവസ്ഥയിലുള്ള കുട്ടികൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ കുറച്ച് മുന്നേ വന്നൊരു 2 ലൈക്ക് ഡിവോഴ്സ് കേസ്, അതിലിപ്പോ ലൈക്ക് ഭയങ്കര ഷാറ്റേർഡ് ആയിട്ടാണ് ആ ഫാമിലി ഉള്ളത്. അതിലും ഒരുപാട് സാധനങ്ങൾ പാരന്റിങ്ങിൽ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈവൻ റിലേഷൻഷിപ്പിൽ പോലും നമ്മൾ ഡീപ്പർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മൾ കൊടുത്ത പാരന്റിങ്ങിന്റെ റിഫ്ലക്ഷൻ ആണ് പലപ്പോഴും ആ ഒരു പാർട്ട്ണറിലേക്ക് കുട്ടി കൊടുക്കുന്നത് പോലും. അപ്പൊ അത്രമേൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മളൊരു കുട്ടിനെ മോൾഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇതിനെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ചെയ്യാൻ ഡെഫിനറ്റ്ലി നമ്മൾ ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് wherever you get the knowledge, you just grasp it and ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നാളെ നമ്മളെ മക്കള് ഒരു ഹീലിങ്ങിനോ ഒരു കുറെ വൂൺസ് വേറെ ലൈക്ക് ഇതിനുള്ള ജേർണി ആയിട്ട് പോവാതിരിക്കാന്നുള്ള. കുറച്ചു മുന്നേ ആക്ച്വലി എനിക്കൊന്ന് നമ്മളെ റിയാസ് ഹക്കീം സാർ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ലൈക്ക് ഇന്നത്തെ ഒരു റിസർച്ച് പ്രകാരം മീൻ മുംബൈയിലും കോഴിക്കോടുമാണ് ഏറ്റവും കൂടുതൽ മനസ്സിന്റെ തലങ്ങളെ കുറിച്ചിട്ട് റിസർച്ച് നടന്നിട്ടുള്ളത്. ആക്ച്വലി അതന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് ഐ യൂസ് ടു ലേൺ ദിസ് സോ മച്ച് ഒബ്സസീവായി ഈ പറയുന്ന മനസ്സിന്റെ തലങ്ങൾ പഠിക്കലായിരുന്നു ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്ക് പണി എന്നുള്ളത്. കാരണം ബിക്കോസ് ഐ വാസ് ഓൾവേസ് കംപ്ലൈനിങ് മൈ പാരന്റിങ്. ഞാൻ എന്റെ പാരന്റിങ് കംപ്ലൈന്റ് സ്റ്റിൽ പല കാര്യങ്ങളും ഞാൻ ഇവോൾവ് ചെയ്ത് വരാണ്. ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടല്ല നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നുള്ളത്. അപ്പൊ സ്റ്റിൽ എനിക്ക് കിട്ടിയ പല വോൺസ് ആ കാര്യങ്ങളും ഞാൻ അതിലിപ്പോ ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പൊ ആ ഒരു റിയാസ് സാറിന്റെ സ്റ്റോറി ഞാൻ ഒരുപാട് ചിന്തിപ്പിച്ചു. ഞാൻ പറഞ്ഞു സാർ ഈ സ്റ്റോറി എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ബിക്കോസ് ഒരുപാട് പൈസ ഞാൻ ഹീലിംഗ് ജേർണിയിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ ഒറ്റൊരു ദിവസത്തേക്ക് 30,000 ഞാൻ മുന്നേ പറഞ്ഞിട്ടു. 30,000 ഉമ്മനെയും കൂട്ടിയിട്ട് ഞാൻ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് തൊട്ട് ഉമ്മനെയും കൂട്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. ബിക്കോസ് ഐ നീഡ് പീസ്. എനിക്ക് സമാധാനം വേണമായിരുന്നു. അപ്പോ പീസ് ഈസ് എന്താ പറയുക സംതിങ് വി ലൈക്ക് നമ്മള് ആക്ച്വലി എന്റെ ലാസ്റ്റ് നമ്മളൊരു ഹൗസ് ബോട്ട് പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കൊന്ന് തക്കിയ ഉണ്ട് തോന്നുന്നു കേറിയിട്ടുണ്ടായിരുന്നു. ഈസ് തക്കിയ ഈസ് ഹിയർ. She's a writer. നേരത്തെ തക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആള് പറഞ്ഞ വരികൾ തന്നെ വല്ല ഹാർട്ട് ഈസ് സെല്ലിംഗ് ഇൻ ദ മാർക്കറ്റ്. നമ്മളെ ഹൃദയം മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടെങ്കിൽ പീപ്പിൾ വേർ സ്റ്റാൻഡിങ് ഇൻ ദ ക്യൂ. ആളുകള് ക്യൂല് നിൽക്കുമായിരുന്നു. വിച്ച് ഈസ് ദ ബെസ്റ്റ്, ഏതാണ് ബെസ്റ്റ് എനിക്ക് വേണമെന്നുള്ള രീതിയിൽ ആളുകൾ ക്യൂ നിൽക്കും. ഇപ്പൊ ഹൃദയം മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടെങ്കിൽ ബട്ട് ആരും തിരിച്ചറിയുന്നില്ല ഏറ്റവും ബെസ്റ്റ് എന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. എന്റെ ഉള്ളിലുള്ളത് അറിയാതെ എന്റെ ഉള്ളിൽ ഉള്ളത് ഏറ്റവും ബെസ്റ്റ് എന്റെ ഉള്ളിലുള്ളത് അറിയാതെ ഞാൻ പോയിട്ട് മാർക്കറ്റിൽ ക്യൂ നിൽക്കും എന്നുള്ളത്. ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്. ഞാൻ പറഞ്ഞ പോലെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് ഇട്ട് ഞാൻ പോവാണ്. ലൈക്ക് ഐ നീഡ് പീസ്. ബിക്കോസ് റിയൽ പീസ് ഈസ് സംതിങ് ഈസ് കംപ്ലീറ്റ്ലി ഐ മീൻ ഡിവൈൻ. അല്ലെങ്കിൽ അത് നമ്മളെ ഉള്ളിലുണ്ട്. നമ്മളോട് ക്ലിയർ ആയിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട ഞാൻ കൂടെ ഉണ്ട് അല്ലെ. എവിടെ ഉണ്ട്? നമ്മളെ റൂഹായിട്ട് കൂടെ ഉണ്ട് അല്ലെ. നമ്മള് അല്ലെങ്കിൽ ഇതിപ്പോ ഡെഡ് ബോഡി ആയില്ലേ, അത്രയും അടുത്തുണ്ട്. നമ്മളെ കണ്ട നാളത്തോടെ അടുത്തുണ്ട്. ആ അടുത്തുള്ളത് വെച്ചിട്ടാണ് ഐ എം ഗോയിങ് ടു മാർക്കറ്റ്
to searching something. I need peace, I need like salvation, moksham. എനിക്ക് ഇതിൽ നല്ല മോക്ഷം വേണമെന്നുള്ള രീതിയിൽ I was spending so much money, I was spending so many. Once I got a guide and I completely surrendered to him. എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇനിയിപ്പോ നമ്മളെ കൂടെ ജേണി തയ്യാറല്ലെങ്കിൽ wherever you go, I mean നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഈ അറിവ് നേടേണ്ട ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. ബിക്കോസ് നാളെ നമ്മളെ എന്താ പറയുക അവര് പോവാതിരിക്കാൻ ഇന്ന് നമ്മളിൽ വർക്ക് ചെയ്യാം. നമ്മളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവരിൽ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു അൺസീൻ കോഡ് നമ്മളും മക്കളും തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആണ്. നമ്മളും മക്കളും തമ്മിൽ ഇനി ഭൂമി ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു അൺസീൻ കോഡ് കണക്ഷൻ എപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മ വരണം. നമ്മളെ പ്രാർത്ഥനക്ക് ഭയങ്കര ഉത്തരമുണ്ട്. പിന്നെ കേട്ട് നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ഡെഫിനറ്റ്ലി നമ്മളെ ഈ സ്കൂൾ ഓഫ് പാരന്റിങ്ങിൽ ഉള്ള ആളുകളും ഇല്ലാത്ത ആളുകളെല്ലാം ഉണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾക്ക് നമ്മളെ കൂടെ ഈ ഒരു ജേർണി മുന്നോട്ട് പോകണം താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ലിങ്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവിടത്തേക്ക് കണക്ട് ചെയ്യാം. ആൻഡ് പിന്നെ പറയാനുള്ള കാര്യം, നമ്മളെ കൂടെ നിങ്ങൾ ഈ ജേർണി തുടരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്നത് ഹോൾഡ് ചെയ്യാം. ഒന്ന്, ട്രൈ ടു അപ്ഡേറ്റ് യുവർ സെൽഫ്. നമ്മളെ സെൽഫ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സെൽഫിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽസ് നമ്മൾ ഡെഫിനറ്റ്ലി പഠിക്കണം. അതിന്റെ അപ്പുറത്തേക്ക് സ്പിരിച്വൽ കോഷ്യന്റ് കൂട്ടാനുള്ള, അതായത് മൾട്ടിനാഷണൽ കമ്പനി കോഷ്യന്റ് കൂട്ടാനുള്ള പരിപാടി യൂഷ്വലി നമ്മൾ ഫ്രൈഡേ ടോക്സിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് പോവാറുള്ളത്. നിങ്ങള് പല കോൾസ് ആയിട്ടും ലൈക്ക് പല രീതിയിലും നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളത്. ട്രൈ ടു മീൻ നിങ്ങളെ ഒരു സ്പിരിച്വൽ കോഷ്യന്റ് കൂട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ കോഷ്യന്റ് നിങ്ങളിൽ അപ്ഡേഷൻ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ പാരന്റിങ്ങിന്റെ ഒരു അറിവ് നമ്മൾ നേടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ മരണം ആസന്നമായ സമയത്ത് പോലും ഒരു അറിവ് നേടാൻ സമയം ഉണ്ടെങ്കിൽ നമ്മൾ അത് നേടണം എന്നുള്ളതാണ്. ഒരു അറിവ് നേടാൻ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് അത്രയും ഭൂമി ലോകത്ത് നമ്മൾ കാണാത്ത പക്ഷികളും ലൈക്ക് മത്സ്യങ്ങൾ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ് എന്നുള്ളതാണ്. അപ്പൊ അറിവ് നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുക. അറിവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ പോലെ ഒബ്സഷൻ ലേണിംഗ് ആവരുത്. വൺസ് നിങ്ങൾക്ക് ഒരാളിൽ എനർജി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സറണ്ടർ ടു ദാറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ അവരിൽ സമർപ്പിക്കുക. എന്നിട്ട് അവരിലൂടെ യാത്ര ചെയ്യുക. ഇപ്പൊ എത്രയോ ബുക്സ് വായിക്കുന്നതിനേക്കാളും ഇമ്പാക്റ്റ് ഉണ്ട് ഒരു ഗുരുവിന്റെ കൂടെ ഉള്ള ഒരു ദിവസത്തെ യാത്ര. ഓക്കെ, ഒന്ന് അത് നിങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ, നിങ്ങൾ പാരന്റിങ് അറിഞ്ഞു വന്ന ആളുകളാണ്, നിങ്ങളെ മക്കളെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഹഗ് ചെയ്തിട്ട് ആ കിസ് ചെയ്യുന്ന സമയത്ത് സെൻഡ് എ പ്രേയർ, സെൻഡ് എ ബ്യൂട്ടിഫുൾ പ്രേയർ. ഓക്കെ, അത് ലൈക്ക് അവരോട് പറയൊന്നും ചെയ്യണ്ട. ഓക്കെ, ആത്മാർത്ഥമായിട്ട് സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ അവരിൽ പരിവർത്തനം കാണാൻ ആഗ്രഹിക്കുന്നത്, മൊബൈല് യൂസിങ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ അത് ലൈക്ക് എന്തെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ കാണുന്ന ഫ്രസ്ട്രേഷൻ കുറെ സാധനങ്ങൾ ഉണ്ടോ, ആ സാധനങ്ങളിലെല്ലാം ഒരു പരിവർത്തനം. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പറയും, അവരെ ഗ്ലോബൽ വിഷണറീസ് ആക്കാനുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾ അങ്ങോട്ടേക്ക് സമർപ്പിക്കാം ടു യുവർ ക്രിയേറ്റർ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. നിങ്ങൾ കേൾക്കാൻ വന്നത് കൊണ്ടാണ് നമുക്ക് ഇത് പറയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ അപ്കമിങ് നമ്മളെ കൂടെ ജേണി കണ്ടിന്യൂ ചെയ്യാൻ, നമ്മളെ ജേണി 1 month ആണ്. 1 month ഇതേപോലുള്ള മീറ്റിങ്ങുകളായിരിക്കും. ഇപ്പൊ നിങ്ങളോട് ക്രിഞ്ച് സാധനങ്ങളെല്ലാം പറയും, നിങ്ങൾ ചെയ്യേണ്ടി വരും. ബിക്കോസ് അത് നമ്മൾ ഈ ചെയ്യുന്ന കുറച്ച് പേഴ്സണാലിറ്റി ടൈപ്സ് അഡ്രസ് ചെയ്ത് പോകും. പിന്നെ കുറച്ച് ഈ വാല്യൂ ഓറിയന്റഡ് മസിൽ ബിൽഡിംഗ് എക്സസൈസ് ആയിരിക്കും, ഈ കോൺഷ്യസ് പാരന്റിങ് മസിൽ ബിൽഡിംഗ് എക്സസൈസ്. പിന്നെ കൈൻഡ് ഓഫ് പാരന്റിങ് മെന്റൽ സർജറി അവിടെ ഉണ്ടാവും. അള്ളാന്റെ പഠിച്ചോന്ന് ഇതിപ്പോ ഓപ്പറേഷൻ എല്ലാം ഉണ്ടോ ഡെഫിനറ്റ്ലി. അപ്പൊ ആക്ച്വലി യു ആർ ഇൻ ടു ദാറ്റ് ജേർണി. ഇപ്പൊ ചെറിയ രീതിയിൽ ഇടലോ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേ ബി ഇറ്റ്സ് ഓൾ അബൌട്ട് ഗൈഡഡ്. ഓക്കെ, നത്തിങ് ഒന്നും സ്ട്രക്ചേർഡ് അല്ല. ഇന്ന് വൈകുന്നേരം ഡയറക്ട്ലി ഭയങ്കര വീട്ടിൽ നിന്ന് കുറെ പണിയായിരുന്നു. ആ പണിയും കഴിഞ്ഞ് കയറി വന്നതാണ്. സോ ദാറ്റ്സ് വാട്ട് അബൌട്ട് പാരന്റിങ്. അപ്പൊ ഒന്ന് നിങ്ങൾ ഹഗ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് ഇന്ന് മുതൽ, എന്നെ കേട്ട എത്ര ആളുകളുണ്ട്, 13 ആളുകൾ. ഇന്ന് മുതൽ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ ഹഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പ്രാർത്ഥനകളെല്ലാം മനസ്സിൽ അങ്ങ് സൃഷ്ടാവിലേക്ക്
ബട്ടില് ആ വിഷണറി പോയിന്റിൽ ഒരു പ്രാർത്ഥന അങ്ങ് സമർപ്പിക്കുക. നിങ്ങൾക്ക് എന്താണോ മക്കളെ ഗ്ലോബൽ സിറ്റിസൺ ആക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കാം. അത് ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ എടുത്താൽ മതി. നാച്ചുറലി ആ ഒരു എനർജി കണക്ഷൻ സംഭവിക്കും എന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓവർ ടു യു റിൻഷി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫാരിഷ മാം. നിങ്ങൾക്ക് അവയർനെസ് ലെവലിലും പ്രാക്ടിക്കലി നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫാരിഷ മാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും പഠിച്ച കാര്യങ്ങളിൽ മൈൻഡ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ചിന്തകളിലേക്ക് കൊടുത്ത് വീണ്ടും നിങ്ങൾ അത് ആക്ഷനിലൊക്കെ കൊണ്ടുവരാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാലും മതി എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ. എനിവൺ? ഓക്കെ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് സെഷനിൽ കുറച്ച് പേര് കുറച്ച് കൺസേൺസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ക്ലിയർ ആവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണം കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം.